ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന LGS ലെവൽ എക്സാമിനേഷനിൽ സിലബസിൽ തന്നിരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അന്തസ്രാവി വ്യവസ്ഥയാണ്. 3 വീഡിയോ ക്ലാസ്സുകളിലായിട്ടാണ് അന്തസ്രാവി വ്യവസ്ഥ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ വീഡിയോ ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതോട് കൂടിയിട്ട് നമ്മളിത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി എന്നിട്ട് നമുക്ക് ബയോളജിയുടെ തന്നെ അടുത്ത ടോപ്പിക്സ് ഉണ്ട്, അതിലേക്ക് കയറി പോകാം. ഓക്കെ, അപ്പം ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവും ബയോളജിയുടെ മറ്റു പാർട്ടും കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് ബയോളജിയുടെ ഒരു ടെസ്റ്റ്, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് അത് നമുക്കിങ്ങനെ അതൊന്ന് അനലൈസ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ അതിൻ്റെ അവസാനത്തെ ക്ലാസ്, ബയോളജിയുടെ അവസാനമല്ല, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ അന്തസ്രാവി വ്യവസ്ഥയോടുകൂടി ആ ടോപ്പിക്ക് ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക, നല്ല രീതിയിൽ റിവിഷനും നടത്തുക കേട്ടോ. നമ്മുടെ ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിന്റെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ തലച്ചോറിന്റെ അടിഭാഗത്ത് പയർവിത്തിന്റെ ആകൃതിയിലാണ് ആര് കാണപ്പെടുന്നത്? പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. ഓക്കെ, പീയൂഷ ഗ്രന്ഥി പയറിന്റെ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് പയറ്, പീയൂഷം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, പയറ് പീയൂഷ ഗ്രന്ഥി. അപ്പൊ പീയൂഷ ഗ്രന്ഥിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പയറിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? തലച്ചോറിന് താഴെയായിട്ട് പയറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അറിയപ്പെടുന്ന പേരാണ് നായക ഗ്രന്ഥി അല്ലെങ്കിൽ എന്ത് വിളിക്കും? മാസ്റ്റർ ഗ്ലാൻഡ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ആഡംസ് ആപ്പിൾ എന്താന്ന് കണ്ടു അല്ലെ? അതുപോലെ തന്നെ ബയോളജിക്കൽ ക്ലോക്ക്, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാന്ന് കണ്ടു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നിനും ചില പേരിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ഇവിടെയും അത് ഓർത്ത് വെക്കണം. എന്താണ്? നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. ഓക്കെ, ഇത് നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കണം, എന്ത്? അന്തസ്രാവി ഗ്രന്ഥികളിൽ ഏറ്റവും വലുതേതാണ്? പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്തുക. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത്? അതും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഓർത്ത് വെക്കുക, എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയാണ്. സോ എന്തറിയപ്പെടുന്നു? മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി കാരണം ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇത് സൊമാറ്റോട്രോപിൻ. സോ സൊമാറ്റോട്രോപിൻ നമുക്കറിയാം വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് സൊമാറ്റോട്രോപിൻ. സോ അതുകൊണ്ട് വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. ഞാൻ പറഞ്ഞു വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപിൻ ആണ്. വളർച്ചാ ഘട്ടത്തില്, ഓക്കെ, ഒരു കുട്ടി വളർന്നു വരുന്ന അതിന്റെ ആ ഒരു അവസ്ഥയില്, ഇപ്പൊ വളർച്ചാ ഘട്ടത്തില് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന, വളർച്ച വേഗത്തിലാക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. സൊമാറ്റോ അല്ലെ, നമുക്കറിയാം ഫുഡ് ഡെലിവറിയാണ് സൊമാറ്റോ. ഇപ്പൊ സൊമാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. സൊമാറ്റോയിൽ വരുന്ന നല്ല ആഹാരമൊക്കെ കഴിച്ചു വളർച്ച പെട്ടെന്ന് ആകുന്നു എന്ന് ഓർത്ത് വെക്കുക. സോ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഇത് സൊമാറ്റോട്രോപിൻ. അപ്പൊ സൊമാറ്റോട്രോപിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് വളർച്ചാ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അതുമല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി, അതുമല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് നായക ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ രോഗമാണ് ഇത് ജൈജാന്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം. ഓക്കെ, അപ്പൊ വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ അമിതമായിട്ടുള്ള വളർച്ച കാരണം ഉണ്ടാവുന്ന അസുഖമാണത് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം. അതുപോലെ തന്നെ വളർച്ചാ ഘട്ടത്തില് സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ രോഗമാണ് എന്ന് വിളിക്കുന്നത് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം. ഓക്കെ, വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന് പറയുന്നത് വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്നു. ഇനി വളർച്ചാ ഘട്ടത്തില് സൊമാറ്റോട്രോപിന്റെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ജൈജാന്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം. അപ്പൊ ഇത് രണ്ടും വളർച്ചാ ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്.
ഇനി വളർച്ചാഘട്ടം കഴിഞ്ഞതിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. ഓക്കെ, അപ്പൊ ഈ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്തായിരുന്നു? വാമനത്വവും ഭീമാകാരത്വവും വളർച്ചാഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്താ? അക്രോമെഗാലി. ഈ അക്രോമെഗാലിയിലാണ് എന്ത് ചെയ്യുന്നത്? മുഖം, താടിയെല്ല്, വിരലുകളിലെ അസ്ഥി ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അതിൻ്റെ എല്ലാം വളർച്ച വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വീണ്ടും വളരുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? അക്രോമെഗാലി. അപ്പോൾ അത് തെറ്റിക്കല്ലേ. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അക്രോമെഗാലി. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്താ? ജൈജാൻറ്റിസം. തെറ്റരുത് കേട്ടോ. നമ്മളിവിടെ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. സി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത് പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചാ ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. തലച്ചോറിന്റെ താഴെ പയറുവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഏതെല്ലാം ഗ്രന്ഥികൾ എവിടെയാണ് എന്നുള്ള സ്ഥാനം ഒന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, ദെൻ വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായി ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണിത് വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം. ഇനി ഇതും കൂടി ഓർത്തു വെച്ചേക്കണം. വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണെന്ത്? അക്രോമെഗാലി. ഇത് ഓർത്തു വയ്ക്കണം കേട്ടോ. വളർച്ചാ ഘട്ടത്തിന് ശേഷമാണ് ഇത് അക്രോമെഗാലി. ഇനി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം, പിന്തളം, മുൻദളം എന്നിങ്ങനെ രണ്ടായിട്ടുണ്ട്. അതിൽ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏത്? ഒന്ന് സൊമാറ്റോട്രോപ്പിൻ. നമ്മൾ പറഞ്ഞു ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ ആണ്. അത് മനസ്സിലാക്കി. നെക്സ്റ്റ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് പറയും. അടുത്തത് അഡിനോകോർട്ടിക് ട്രോപ്പിക് ഹോർമോൺ ACTH. ദെൻ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH. then ഏതാവുള്ളേ? പ്രോലാക്റ്റിൻ. അപ്പൊ ഇത് ഇത്രയും എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഈ ഓരോ ഹോർമോണിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെയ്യുന്ന എന്താണ്? വളരെ ഈസിയാണ് ഓർത്തു വെക്കാൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. നെക്സ്റ്റ് എന്ന് പറയുന്ന അഡ്രീനോകോർട്ടിക്കോ ഹോർമോൺ ആണ് അല്ലെ? അഡ്രീനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ആണ്. ഇത് ചെയ്യുന്നത് എന്താണ്? അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ACTH. നെക്സ്റ്റ് GTH അല്ലെ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്താ ചെയ്യുന്നത്? പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്നതാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഇനി നെക്സ്റ്റ് ഏതാ? പ്രൊലാക്റ്റിൻ ഹോർമോൺ ആണ്. പ്രൊലാക്റ്റിൻ ഹോർമോൺ ആണ് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ. അപ്പൊ ഈ ഹോർമോൺസ് എല്ലാം, പിന്നെ നമ്മൾ സൊമാറ്റോട്രോപ്പിൻ ആദ്യം പറഞ്ഞിരുന്നു, വളർച്ചാ ഹോർമോൺ. ഈ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളമാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് മനസ്സിലാക്കി അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ പറയുന്ന 2 ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും അതിനെ പിന്നീട് രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിച്ചു വെക്കുകയും പിന്നീട് രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഹൈപ്പോതലാമസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന് വിളിക്കും. തലച്ചോറ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഹൈപ്പോതലാമസ്, അതിന്റെ ഡ്യൂട്ടീസ് എല്ലാം പഠിച്ചായിരുന്നു അല്ലെ? അപ്പം ഹൈപ്പോതലാമസ് അറിയപ്പെടുന്ന പേരാണ് ന്യൂറോക്രൈൻ ഗ്ലാൻഡ്സ്. ഗ്രന്ഥിയായിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഹൈപ്പോതലാമസ് പ്രവർത്തിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്.
പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം അതുവഴി മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും നിയന്ത്രിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഞാൻ പറഞ്ഞു ഹൈപ്പോതലാമസ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഏതൊക്കെ? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, ഓക്സിറ്റോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതുപോലെ തന്നെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാസോപ്രസിൻ. അപ്പൊ ഈ ഓക്സിറ്റോസിനും നമ്മുടെ പ്രോലാക്റ്റിനും തമ്മിൽ മാറിപ്പോരുത്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പ്രോലാക്റ്റിൻ ആരായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയായിരുന്നു. ഇത് മാറിപ്പോരുത് കേട്ടോ. നെക്സ്റ്റ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏതാ? വാസോപ്രസിൻ. ഓക്കെ, വാസോപ്രസിൻ. വാസോപ്രസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വൃക്കയിൽ നിന്ന് ജലത്തിന്റെ പുനരാകീർണത്തിലൂടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകീർണത്തിലൂടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് ഇത്? വാസോപ്രസിൻ. വാസോപ്രസിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ADH. ADH എന്ന് പറഞ്ഞാൽ ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നതും എന്താണ്? വാസോപ്രസിൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വൃക്കയിലെ ജലത്തിന്റെ പുനരാകീർണത്തിന് സഹായിച്ച് ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ്? വാസോപ്രസിൻ ആണ്. അതായത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയില് ജലത്തിന്റെ പുനരാകീരണം കുറയും. ഓക്കെ, വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിലെ ജലത്തിന്റെ പുനരാകീരണം കുറയുകയും അമിതമായി മൂത്രം എന്തുവന്നു? പോവുകയും ചെയ്യുന്നു. ഈ ഒരു രോഗാവസ്ഥയെ വിളിക്കുന്നതാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അതായത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്ന ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് പഠിച്ചു. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഗ്ലൂക്കോസിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇതിപ്പോ എന്താണ്? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ അമിതമായി മൂത്രം പോകുന്ന അവസ്ഥയാണെന്ന് പറയുന്ന ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഡയബറ്റീസ് ഇൻസിപ്പിഡസും ഡയബറ്റീസ് മെലിറ്റസും തമ്മിൽ തിരിഞ്ഞു പോരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ചും ഹൈപ്പോതലാമസിനെ കുറിച്ചും പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറോക്രൈൻ ഗ്രന്ഥി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏക ന്യൂറോക്രൈൻ ഗ്രന്ഥി അല്ലെങ്കിൽ ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ന് പറയുന്ന ഹൈപ്പോതലാമസ്. നെക്സ്റ്റ് അഡ്രീനൽ ഗ്രന്ഥിയാണ് പഠിക്കാനുള്ളത്. അഡ്രീനൽ ഗ്രന്ഥി അറിയപ്പെടുന്ന പേരാണ് അധിവൃക്ക ഗ്രന്ഥി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അഡ്രീനൽ ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? അധിവൃക്ക ഗ്രന്ഥി. അധിവൃക്ക ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അടിയന്തര ഗ്രന്ഥി. ഓക്കെ, അടിയന്തര ഗ്രന്ഥി. അതായത് അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഗ്രന്ഥിയാണ് എന്ന് പറയുന്ന അഡ്രീനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ എന്ത്? അധിവൃക്ക ഗ്രന്ഥി. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അടിയന്തര ഗ്രന്ഥി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വൃക്കയുടെ മുകളിലാണ്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഏത്? അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അധിവൃക്ക ഗ്രന്ഥി. അതായത് വൃക്ക ഓർക്കുമ്പോൾ തന്നെ ഇട്ടില്ലേ, വൃക്ക അധിവൃക്ക. വൃക്കയുടെ മുകളിലായിട്ട് തൊപ്പി പോലെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഏത്? അധിവൃക്ക ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, അതുമല്ലെങ്കിൽ അടിയന്തര ഗ്രന്ഥി. ഓക്കെ, ഇനി ഈ അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ് എന്തൊക്കെ? അഡ്രീനൽ മെഡുല്ലയും അതുപോലെ തന്നെ അഡ്രീനൽ കോർട്ടെക്സും. ഓക്കെ, അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ മെഡുല്ല എന്നിവ അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ്. ഇതിൽ അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്. ഒരു കൂട്ടം ഹോർമോണുകളുണ്ട്. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ. അഡ്രീനോ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ എന്ത് വിളിക്കാം? കോർട്ടിക്കോയിഡുകൾ എന്ന് വിളിക്കും. ഇനി അഡ്രീനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്പിനെഫ്രിൻ എന്നും നോർ എപ്പിനെഫ്രിൻ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നാണ് അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിക്കോയിഡുകൾ. അത് കുറച്ച് ഹോർമോണുകളുണ്ട്, നമുക്ക് പറയാം. ദെൻ അഡ്രീനൽ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ലെങ്കിൽ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഹോർമോൺ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി. അടിയന്തര ഗ്രന്ഥി അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിക്കോയിഡുകളും അഡ്രിനാലിൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൽ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഓക്കെ, ഇത് പേസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്
അഡ്രിനാലിൻ. അതുപോലെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, ഓപ്പറേഷന് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് വേണ്ടി രോഗികളിൽ കുത്തിവെക്കുന്ന ഹോർമോണാണ് നോർ അഡ്രിനാലിൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രോഗികളിൽ കുത്തിവെക്കുന്ന ഹോർമോണാണ് ഏത്? നോർ അഡ്രിനാലിൻ. അതുകൊണ്ട് നോർ അഡ്രിനാലിൻ അറിയപ്പെടുന്ന പേരാണെന്ത്? സർജിക്കൽ ഹോർമോൺ. ഓക്കെ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് നോർ അഡ്രിനാലിൻ. ഇനി നമുക്ക് കോർട്ടിക്കോയിഡുകൾ നോക്കാം. കോർട്ടിക്കോയിഡുകൾ ഞാൻ പറഞ്ഞു ഒരു കൂട്ടം ഹോർമോൺ ആണ്. അതിനകത്ത് വരുന്നതാണ് മിനർലോ കോർട്ടിക്കോയിഡുകൾ, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ, സെക്സ് ഹോർമോണുകൾ. ഓക്കെ, ഇത് മൂന്നുമാണ് കോർട്ടിക്കോയിഡുകൾ. ഇത് മൂന്നും ചേരുന്നതാണ് കോർട്ടിക്കോയിഡുകൾ. അതിൽ മിനർലോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണമാണ് അൽഡോസ്റ്റീറോൺ. ഓർത്ത് വെക്കണം, മിനറലോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണമാണ് അൽഡോസ്റ്റീറോൺ. അൽഡോസ്റ്റീറോൺ ചോദിച്ചിട്ടുള്ളതാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് ഏത്? അൽഡോസ്റ്റീറോൺ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റീറോൺ. അൽഡോസ്റ്റീറോൺ എന്ന് പറയുന്നത് എന്തിന്? മിനറലോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണമാണ്. അതായത് അഡ്രീനൽ ഗ്രന്ഥിയാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു അഡ്രീനൽ ഗ്രന്ഥിയുടെ 2 പാർട്ടാണ് ഏതാ? കോർട്ടിക്കോയിഡ് ഏതാ പറഞ്ഞത്? അഡ്രീനൽ കോർട്ടെക്സും അതുപോലെ അഡ്രീനൽ മെഡുല്ലയാണല്ലേ പറഞ്ഞത്. അതിൽ അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിക്കോയിഡുകൾ. കോർട്ടിക്കോയിഡുകളിൽ ഒന്നാണ് എന്താ? മിനർലോ കോർട്ടിക്കോയിഡുകൾ. അപ്പൊ മിനർലോ കോർട്ടിക്കോയിഡിന് ഉദാഹരണമാണ് എന്ന് പറയുന്ന അൽഡോസ്റ്റീറോൺ. ഈ അൽഡോസ്റ്റീറോൺ ആണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത്. അതിന്റെ അടുത്ത ഫംഗ്ഷനാണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലനാവസ്ഥ പരിപാലിക്കുന്നു. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ആരാണ്? അൽഡോസ്റ്റീറോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണമാണ് കോർട്ടിസോൺ, കോർട്ടിസോൾ, അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോൺ. ഓക്കെ, കോർട്ടിസോൺ, കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റീറോൺ എന്നിവ എന്തിനാണ്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾക്ക് ഉദാഹരണമാണ്. പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട. ദെൻ സെക്സ് ഹോർമോണുകൾ. സെക്സ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ടെസ്റ്റോസ്റ്റിറോണുമാണ്. ഓക്കെ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ടെസ്റ്റോസ്റ്റിറോൺ ഇവയാണ് സെക്സ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയങ്ങളാണ്. ഓക്കെ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയങ്ങളാണ്. ദെൻ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളാണ്. അപ്പം ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഭാഗമായപ്പോൾ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം, അതായത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ച് ഏതാണ്ടൊരു അറിവായി. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തെ ബേസ് ചെയ്താണ് ഈ ക്ലാസ്സുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്.